മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ടീം ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് ഇത് തന്നെയാണ് സംഭവിക്കുന്നത് 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രംഗത്ത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. അത് ഗുജറാത്തിലെ സൂററ്റ് സീറ്റിൽ പല സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയി. അതിനുള്ള കാരണമായി പറയപ്പെടുന്നതോ അദ്ദേഹത്തിന് വേണ്ടി ഒപ്പിട്ടിരുന്ന ആളുകളുടെ ഒപ്പ് ശരിയല്ല എന്നും അത് തങ്ങളുടെ ഒപ്പല്ല എന്നും അവർ തന്നെ സത്യവാങ്മൂലം കൊടുത്താൽ പിന്നെ എന്താണ് സംഭവിക്കുക? ഇതൊരു തരം ഡ്രാമയാണ്, സ്റ്റേജ് മാനേജ്ഡ് ആണ്. എല്ലാ സ്ഥാനാർത്ഥികളും, ബാക്കി വന്ന എല്ലാ സ്ഥാനാർത്ഥികളും, കോൺഗ്രസിന് ഡമ്മി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന വഴി 18ാം ലോക്സഭയിലെ ആദ്യ അംഗം, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അംഗം സൂററ്റിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. അതേപോലെ അല്ലെങ്കിലും സ്വല്പ വ്യത്യാസത്തിൽ മധ്യപ്രദേശിലും ഇപ്പോൾ നടക്കുന്നു അതേ കാര്യം. ഇൻഡോർ സീറ്റിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവസാന നിമിഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന്റെ അന്ന് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുകയാണ്. അപ്പോൾ ആ സമയത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാവില്ല. കോൺഗ്രസ് പാർട്ടി അവിടെയും വിട്ടുപോയി. അദ്ദേഹം BJP-യിലേക്ക് എന്നാണ് സൂചന. ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെ അംഗങ്ങൾ ആ തനത് പാർട്ടികളെ വിശ്വാസത്തിലെടുത്ത് സ്ഥാനാർത്ഥിത്വം നേടിയതിനു ശേഷം ആ സ്ഥാനാർത്ഥിത്വം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി അത് പിൻവലിക്കുക വഴി ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ്, ഒന്നുകിൽ കോൺഗ്രസ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ്. അവിടെ 19 സ്ഥാനാർത്ഥികളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇൻഡോറിൽ. പക്ഷെ ആ സ്ഥാനാർത്ഥികൾ ഒന്നൊന്നായി പിന്മാറാനും ഒരുപക്ഷെ സാധ്യത ഉണ്ട്. പക്ഷേ കാന്തി ബം എന്ന സ്ഥാനാർത്ഥിയാണ്, ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി, വളരെ പ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥി. ആ സീറ്റ് യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിച്ചു വരാവുന്ന ഒരു സാഹചര്യവുമുണ്ട്. പക്ഷെ കടുത്ത മത്സരം കാഴ്ചവെക്കാനായി ഒരു യുവ സ്ഥാനാർത്ഥി ഇറക്കിയതാണ്. അതിപ്പോ ഇങ്ങനെയായി. അത് മാത്രമല്ല, ഡൽഹിയിലെ PCC പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം സംഘടനാ നേതൃത്വത്തോടുള്ള വിയോജിപ്പ് കൊണ്ടാണ് രാജിവെച്ചതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം മുൻപും രാജിവെച്ച BJP-യിൽ ചേർന്നിട്ടുണ്ട്. ഇപ്രാവശ്യം രാജിവെച്ചത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ്. PCC പ്രസിഡന്റ് ആണെന്ന് ഓർക്കണം, സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് ഓർക്കണം. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഏകപക്ഷീയമായി ഡൽഹിയിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കനയ്യകുമാറിന് ഉൾപ്പെടെ JNU-ലെ പണ്ടത്തെ താരം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ആസാദി മുദ്രാവാക്യം മുഴക്കി കോരിത്തരിപ്പിച്ച വിദ്യാർത്ഥികളെ JNU-ൽ സർക്കാരിനെതിരെ അതിഗംഭീരമായ വൈകാരികമായ പ്രസംഗങ്ങളിലൂടെ ഇവിടെ സ്വാതന്ത്ര്യം ഭരിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് CPI നേതാവായിരുന്നു, AISF-ന്റെ നേതാവായിരുന്നു. അത് മാറി അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു. ബീഹാറിൽ അദ്ദേഹം ഒരു പയറ്റിനെ നോക്കി, അത് സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന് വടക്ക് കിഴക്കൻ ഡൽഹി സീറ്റാണ് കോൺഗ്രസ് ഓഫർ ചെയ്തത്. അത് PCC നേതൃത്വത്തെ കോൺഫിഡൻസിൽ എടുക്കാതെ ചെയ്തു. അപ്പൊ ഇവിടെ പ്രതിപക്ഷ മുന്നണിയിലെ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക്, പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തമായ മുഖമാണല്ലോ കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നേതാക്കൾ മറ്റു പല പാർട്ടികളിലേക്കും പ്രത്യേകിച്ച് BJP-യിലേക്ക് ചേരുന്നു. ഇനി കോൺഗ്രസ് വലിയ പ്രതീക്ഷ അർപ്പിച്ച് സ്ഥാനാർത്ഥിത്വം നൽകുന്നവർ തന്നെ വിട്ടുപോകുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇവിടെ സൃഷ്ടിക്കപ്പെടുക? ഇതൊരു ചോദ്യമാണ്. ഇതൊരു ധാർമ്മിക ചോദ്യം കൂടിയാണ്. ഇവിടെ ഒരുപക്ഷെ പണമോ പദവികളോ സ്വാധീനങ്ങളോ മറ്റ് പ്രലോഭനങ്ങളോ എല്ലാം ചെയ്ത് പ്രതിപക്ഷത്തെ സ്ഥാനാർത്ഥികൾ തന്നെ ഇല്ലാതാക്കുന്ന ഒരു അന്തരീക്ഷം ജനാധിപത്യത്തിന് ഭൂഷണമല്ല തീർച്ചയായും. ഇവിടെയൊക്കെ സൂററ്റിൽ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ ജയിച്ചു വരാവുന്ന ഒരു പാർട്ടിയാണ് BJP. എന്നാൽ സൂററ്റിലെ കാര്യം സ്വല്പം അവതാളത്തിലായി എന്നൊരു പക്ഷെ പാർട്ടിക്ക് തോന്നിയിരിക്കണം. കാരണം ആം ആദ്മി പാർട്ടി സൂററ്റ് നഗരസഭയിലെ ഏതാനും സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു വരികയും ആപ്പും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം ഒരുപക്ഷെ BJP ഭയപ്പാടോടുകൂടി വീക്ഷിക്കുകയും ഗുജറാത്തിലെ 26 സീറ്റിൽ 26 നേടണമെങ്കിൽ ഒരുപക്ഷെ സൂററ്റ് ഒരു കല്ലുകടിയായി മാറാം എന്നുമുള്ള ചിന്തയായിരിക്കാം ഇങ്ങനെ ഒരു സാഹസത്തിന് പാർട്ടിയെ പ്രേരിപ്പിച്ചത്. ഇത് സ്വാഭാവികമായി ആകസ്മികമായി സംഭവിച്ച ഒരു പിഴവാണ് എന്ന് കരുതാനാവില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ ഉൾപ്പെടെയുള്ളവരാണ് ഇത് ഒപ്പിട്ടിരുന്നത്. അതേ ആളുകൾ തന്നെ തങ്ങളുടെ ഒപ്പല്ല, ഇതും തങ്ങൾ ഒപ്പിട്ടിട്ടില്ല എന്നും
നാളെ മാറ്റി പറയുമ്പോൾ എന്തും സംഭവിക്കാം. കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകി പോകുന്നത് കോൺഗ്രസിന് കണ്ടെത്താനാവുന്നില്ല. അത് മാത്രമല്ല, മറുപക്ഷത്തെ കോൺഗ്രസിനെ ബലഹീനമാക്കാൻ ഓപ്പറേഷൻ താമര എന്ന ഓമനപ്പേരിട്ട് നമ്മൾ മുൻപ് വിളിക്കുമായിരുന്നതും ഇപ്പോൾ അത് മറ്റൊരു ഓപ്പറേഷൻ താമരയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അത് സീറ്റ് പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഒട്ടും ഭൂഷണമല്ല. അതിന് കാരണമുണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരസ്പര മത്സരമാണ്. ഡൽഹിയിൽ ഉൾപ്പെടെ PCC പ്രസിഡന്റ് രാജിവെക്കുന്ന അവസ്ഥ വരുമ്പോൾ ഈ മുന്നണിയിലെ കല്ലുകടികൾ, ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വവും കോൺഗ്രസിന്റെ നേതൃത്വവും തമ്മിൽ സ്വരച്ചേർച്ചയില്ല എന്നത് തന്നെയാണ് ഇവിടെ ആവശ്യം, അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ ശക്തമായി എതിർത്തുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ്. തിരിച്ചും ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതി ആരോപണം, അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആദ്യമായി പുറത്തു വിളിച്ചു പറഞ്ഞത് കോൺഗ്രസിന്റെ ട്രഷറാണ്. അപ്പൊ അതെല്ലാം നിലവിലിരിക്കെ ഇപ്പോൾ തട്ടിക്കൂട്ടിയ ഇന്ത്യ സഖ്യം എത്രത്തോളം കൊഹിസീവാണ്, എത്രത്തോളം കൺസോളിഡേറ്റഡ് ആണ് എന്നത് മറ്റൊരു ചോദ്യമാണ്. അതുകൊണ്ട് ജനാധിപത്യ ഇന്ത്യ ഇവിടെ പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു.